എന്നെ കുറെ ഹോണ്ട് ചെയ്ത് സിറാജിന്റെ ക്യാരക്ടറിന്റെ അച്ഛന്റെ ക്യാരക്ടറായിരുന്നു. അയാൾ എങ്ങനത്തെ ഒരു മനുഷ്യനായിരിക്കും, അയാൾ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. ഞാനത് ചോദിച്ചു. അതും ബാബുവിന്റെ ഒരു പ്രത്യേകതയാണ്. ബാബുൽ അങ്ങനെ ചില ക്യാരക്ടേഴ്സിനൊന്നും കുറെ എഴുതി നിങ്ങൾ ചിന്തിച്ചില്ലേ ലൈഫ് എങ്ങനെയായിരിക്കും, അത് തന്നെ പുള്ളിയുടെ എഴുത്തില് എല്ലാ കാര്യത്തിലും നമുക്കൊരു വേ ഓഫ് തോട്ട് ഇട്ട് തരും. നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ അതെങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചോ എന്ന് പുള്ളി ഇട്ട് തരും. എങ്ങനെയായിരുന്നു കുരുക്കെട്ട് ഹാങ് ചെയ്യുന്നത്? കുരുക്കെട്ട് അത് കിടന്ന് ഞാൻ കുറേ നേരം കിടന്ന്. അത് വൈപ്പിലായിരുന്നു ഷൂട്ട് ചെയ്തത്. വൈപ്പിലെ ഒരു വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. നല്ല കൊതുകും, രാത്രി ആയപ്പോ നല്ല കൊതുകൊക്കെ ആയിരുന്നു. പക്ഷെ എൻജോയ് ചെയ്ത് നമ്മൾ ചെയ്യില്ല. അപ്പൊ അവിടെ അങ്ങനെ കറങ്ങുന്നൊക്കെ ഒറിജിനലായിട്ടാണ്. പക്ഷെ അത് ഭയങ്കര എൻജോയ് ചെയ്താ ഞങ്ങൾ ഷൂട്ട് ചെയ്ത. ഓരോ കറക്കം കഴിയുമ്പോഴും നേരെ സ്റ്റൂൾ വരുന്നതാണ്. അയ്യോ, പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ സീനൊക്കെ. ഞാൻ മറ്റൊരു സിനിമയിലേക്ക് പോവാണ്, അവിയൽ എന്നുള്ള സിനിമ. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എപ്പോഴും സത്യമായിട്ടും. പക്ഷെ ട്രെയിലർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അതിന്റെ ഒരു ആസ്പെക്ട് റേഷ്യോ വേറൊരു രീതിയിലായിരുന്നു അതിന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് അത്ര ഓർമ്മ. 4 കാലഘട്ടങ്ങൾ അന്ന് വന്നിട്ടുള്ള വളരെ ചുരുക്കം 1-2 റിവ്യൂസിലൊക്കെ തന്നെ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ജസ്റ്റേഴ്സിലൂടെയൊക്കെ എളുപ്പത്തിൽ ആളുകൾ സിറാജിന്റെ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. കാരണം അതൊരു അങ്ങനത്തെ ഒരു സിനിമയും വിൽക്കുന്നു. പ്രേമത്തിന് ശേഷം അതേ രീതിയിൽ കാലഘട്ടങ്ങൾ കാണിക്കുന്ന ഒരു സിനിമ വന്നിട്ടില്ല. ഇത് പ്രേമത്തിനെ വിട്ടിട്ട് ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി അയാളുടെ വ്യക്തി ജീവിതം, അയാളുടെ ബന്ധങ്ങൾ, അയാളുടെ കൗമാരം ഒക്കെ കാണിക്കുന്നത് കുറച്ചുകൂടി റോ ആയിരുന്നു, കുറച്ചുകൂടി ഇന്റൻസ് ആയിരുന്നു. അതിൽ എനിക്കിഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ സിറാജ് ആത്മീയ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയാണ്. അവരെ നോക്കുന്നൊരു നോട്ടമുണ്ട്. അതിൽ തന്നെ അയാളുടെ ഇന്റൻഷൻ മൊത്തം നമുക്ക് കൺവിൻസ്ഡ് ആണ്. അവയിലൊരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിട്ടാണോ അതോ അതൊരു വലിയൊരു നമുക്ക് പഠിക്കാൻ കുറെ കിട്ടിയ ഒരു ഏരിയ അങ്ങനെയാണോ? എങ്ങനെയാ അവയല്ല മനസ്സിലാക്കുന്നത്? എനിക്കൊന്നും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ ഒരുപാട് ശ്രമങ്ങൾ സിരാജിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അവിയില് ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ പേഴ്സണൽ ഒരു ആസ് എ പേഴ്സൺ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്. കാരണം അവിയില് ചെയ്ത് ഇപ്പൊ എന്നെ പോലൊരു അഭിനയമോഹി പെട്ടെന്നൊരു സിനിമയിൽ നായകനാകുന്നു. അത് ഇതുപോലെ 4 കാലഘട്ടങ്ങൾ 4 ചേഞ്ചസ് ചെയ്യണു. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ഞാൻ വിചാരിക്കുന്നേ ഞാൻ നായകനായി സിനിമയിലെത്തി. അപ്പൊ ഇത് ഇറങ്ങിക്കഴിഞ്ഞ് അത് ഇതിന്റെ ഓരോ ഷെഡ്യൂളായിട്ട് ഞങ്ങൾ 1.5 വർഷമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ചേഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഓരോ പോർഷൻ കഴിയുമ്പോഴും ഇത് കണ്ടവരൊക്കെ എൻ്റെ അടുത്ത് വന്നു, ഗംഭീരമായിട്ടോ അടിപൊളിയായിട്ടാ ചെയ്ത് വെച്ചിരിക്കണേ, ഗംഭീരം, ഇത് ഇറങ്ങുന്നതോടുകൂടി സെറ്റാണ്, ലൈഫ് മാറുക. അപ്പൊ ഇത് കേട്ട് ഓരോ 1.5 വർഷം ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴും ഇത് ഞാൻ കേൾക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്ന് എഡിറ്റിംഗ് റൂമിൽ നിന്നാണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും എല്ലാവരും ഇത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് പിന്നെ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കേൾക്കുന്നതൊന്നും അല്ല കാര്യം, ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് പോയി സിനിമ ആൾക്കാരെങ്ങനെ സ്വീകരിക്കുന്നു, ഇത് എങ്ങനെ ഇറങ്ങുന്നു, ഇതൊക്കെയായി പിന്നെ എന്റെ ചിന്ത. അത് കഴിഞ്ഞ് ഡേറ്റ് ഒക്കെ കൺഫേം ആയി നിൽക്കുമ്പോഴാണ് ആ സാധനം വന്നത്, കൊറോണ. പിന്നെ ഒരു 3 വർഷം 4 വർഷത്തോളം ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. വേറൊരു വർക്ക് ചെയ്യാനോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോലും എൻ്റെ മനസ്സ് ഓക്കെ അല്ലായിരുന്നു. കാരണം നമ്മൾ അത്രയും ഇൻവോൾവ് ആയിപ്പോയി ആസ് എ പേഴ്സൺ, ആസ് എൻ ആർട്ടിസ്റ്റ്, എല്ലാ രീതിയിലും അവിയലിലോട്ട് ഇൻവോൾവ് ആയിപ്പോയി. അപ്പൊ എന്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളൊക്കെ പറയണം, നീ വേറെ എന്തെങ്കിലും ചെയ്യ്, അവരത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇറക്കാൻ അവർക്കറിയാം, അവര് ചെയ്തോളും, നീ അതിന്റെ പുറകെ ഇത്രയും 100% ആയിട്ട് നിൽക്കണ്ട. പക്ഷെ എനിക്കെന്തോ അത് ഇറങ്ങിയിട്ട് അതിന്റെ ഒരു റിസൾട്ട് ബാഡ് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും അതെന്താണെന്ന് അറിഞ്ഞിട്ട് വേറൊരെണ്ണം ചെയ്യാം, വല്ല താല്പര്യം. അപ്പൊ ഇവിടെ അത് ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ അവരുടെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ല, അവർക്ക് അതിനായിട്ടുള്ള ഒരു നോളജ് ഇല്ലായിരുന്നു, ഇത് എങ്ങനെ ഇറക്കണം, അതിന്റെ ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെ ഒന്നും അല്ല, അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് കൺട്രോളർ ഇല്ലെങ്കിൽ ഞാൻ ഓടിക്കോളാം, കൺട്രോളറായിട്ട് ഓടിക്കോളാം. അപ്പോൾ അത് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാനായിട്ടൊന്ന് ട്രൈ ചെയ്തു. എനിക്കിത് ഒരു ദിവസം തിയേറ്ററിൽ ഇറങ്ങി, എന്റെ ഫ്രണ്ട്സും, കാരണം ഈ 4 വർഷമായിട്ട് എല്ലാവരും അവിയലിനെ പറ്റി എന്നോട് ചോദിക്കാറുള്ളൂ, എന്തായി അവിയൽ എന്തായി അവിയൽ. അപ്പൊ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് ഈ സിനിമ എനിക്കൊന്ന് തിയേറ്ററിൽ ഇറക്കി എല്ലാവരും ഒന്ന് കാണിക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തു, ഇറക്കി. അപ്പൊ അത്രയ്ക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട് എനിക്ക് അവിയലുമായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ 4 വർഷം ഞാനിത് വെയിറ്റ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ആസ് എ പേഴ്സൺ. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവിയൽ കാരണം. ക്ഷമ, പിന്നെ ഇത് കുറെ കാര്യങ്ങൾ എനിക്കത് പറയാൻ അറിഞ്ഞൂടെ, പക്ഷെ നല്ല മാറ്റങ്ങളാട്ടോ, എല്ലാം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
ഈ നമ്മുടെ ഈ എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ അത് പലപ്പോഴും മീറ്റ് ചെയ്യില്ല നമ്മൾ ആക്ച്വലി സിനിമയിലേക്ക് വന്നിറങ്ങുമ്പോൾ. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരാൾ മുംബൈയിലേക്ക് വണ്ടി കയറുന്നു, അയാൾ ഇങ്ങനെ കൈവീശുന്നു, അയാൾ ഷാറുഖ് ഖാൻ ആവുന്നു. ഞാൻ പണ്ടൊക്കെ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് പോയാലോ ബോംബെയിലോ ചെന്നൈയിലൊക്കെ പോയി സിനിമാക്കാരനായിട്ട്. ശരിക്കും ചിന്തിക്കുന്ന ബിസിനസ് ഒക്കെ ചെയ്ത് പൈസ ഒക്കെ ചെയ്ത് സ്മഗ്ലിംഗ് ഒക്കെ ചെയ്ത് പൈസ ആക്കി തിരിച്ചു വരാന്നൊക്കെ നമ്മള് കുട്ടിക്കാലത്ത് ചിന്തിക്കും. പക്ഷെ ഞാൻ ചിന്തിച്ചിരുന്നു എവിടെയെങ്കിലും പോയി സിനിമക്കാരനായിട്ട് വേറെ ലാംഗ്വേജിലൊക്കെ സിനിമക്കാരനൊക്കെ ആയിട്ട് ഹിറ്റായി വലിയ നടനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നു എന്നൊക്കെ ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് മീറ്റ് ചെയ്യാത്തൊരവസ്ഥ വരുമല്ലോ, അതായത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ചില ആളുകൾ അനുഭവിക്കുന്ന പ്രിവിലേജസ് ഒരിക്കലും നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ല, അല്ലെങ്കിൽ അവിടേക്ക് എത്തില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഈ ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വരുന്നു, ആരുടെ റെക്കമെൻഡേഷനിൽ വരുന്നു, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്താണ്, ഇതൊക്കെ സിനിമയിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ എങ്ങനെയാ മെന്റലി പ്രിപ്പയർ ആയത്? ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി. നമുക്ക് ഇപ്പം നമുക്കൊരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിലേ നമുക്ക് സിനിമയിൽ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. അതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇല്ല, നമ്മൾ വർക്ക് ചെയ്യാം. ഇപ്പൊ അങ്ങനെ ഒരാളില്ലാന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനോ എന്റെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരാളില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ പാരമ്പര്യം ഇല്ല, ഇതൊക്കെ നമുക്ക് അറിയാന്നല്ലേ. പിന്നെ നമ്മളിത് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ നമ്മുടെ രീതിയിൽ വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ചെറുതാണെങ്കിൽ പോലും അതിൽ 100% കാണിക്കുക. അത് കണ്ടിട്ടേ നമ്മൾ ആൾക്കാർ വിളിക്കുള്ളൂ. നമ്മൾ ചെയ്തൊരു പെർഫോമൻസ് കണ്ടിട്ടേ നാളെ നമുക്കൊരു സിനിമ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു അവസരം കിട്ടുള്ളൂ. അപ്പൊ കിട്ടുന്ന അവസരത്തിൽ എത്ര 100% ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു തിയറി. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും പിന്നെ ചിന്തിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ ഈസി ആയിട്ട് പോവായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായേനെ. അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നിട്ടില്ല. 1000 Babies ചെയ്യുമ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രീഫായിട്ട് ആ ക്യാരക്ടർ ഇപ്പോഴും എന്താ തുടക്കം, എന്താ ഈ പറഞ്ഞ പോലെ എനിക്ക് അറിഞ്ഞൂടാ എന്താ സംഭവിക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്നതിലൊന്നും എനിക്ക് കഥ അറിഞ്ഞൂടാ. എനിക്ക് നജീമിക്ക് ഒരു വട്ടം ഈ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ശരിക്കും അയാളുടെ ഇന്റൻഷൻ എന്താ, ശരിക്കും അയാൾ ആരാ? അതായത് ഈ അവസ്ഥ തന്നെയായിരുന്നു എനിക്ക്. ഞാൻ പ്രിവ്യൂ കാണുമ്പോ 3 എപ്പിസോഡല്ലേ കാണിച്ചുള്ളൂ, പിന്നെ എല്ലാരെയും പോലെ തന്നെ ഞാനും ഇത് റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് റിലീസ് ചെയ്തപ്പോ ലാസ്റ്റ് ബിബിൻ വിളിക്കുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കുക, എൻഡിങ് എന്നില്ല, ഇതെനിക്ക് അറിയേയില്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ഞാൻ ഇത്രയും ഒരു ക്യാരക്ടർ അതിനൊരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട് എൻഡിങ്ങിൽ എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. ഞാനിത് കണ്ടിട്ട് കരഞ്ഞിട്ടൊക്കെ, ഞാനെങ്ങനെ പേഴ്സണലി കരയാത്തൊരാളാ ലൈഫിൽ, അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരാളാ. പക്ഷെ ഞാൻ ഇത് കണ്ട് കരഞ്ഞു പോയി. എന്നിട്ട് അപ്പൊ തന്നെ നജീമിക്കാനും അറൂസിനൊക്കെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു എൻഡിങ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. അപ്പൊ എന്റെ അടുത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് നജീമിക്ക് പറഞ്ഞത്, അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നു, നീ തിരിഞ്ഞു നോക്കണു, അത്രേ ഉള്ളു, അത് വേറൊരു സീനിന് വേണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. പറയുന്നില്ല. അപ്പൊ ഞാൻ ഓക്കെ പെട്ടെന്ന് തന്നെ ഒറ്റ ടേക്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയല്ലോ. പക്ഷെ ഫൈനല് കണ്ടപ്പോ അത് അതങ്ങനെ ഒരു എൻഡിങ് ആണല്ലോ, അത് വേറൊരു സെക്കൻഡിലോട്ടുള്ള ലീഡ് ആണല്ലോ എന്നൊക്കെ തിരിച്ചറിയാണല്ലോ നമ്മള് കാണുമ്പോ. അപ്പൊ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. ഈ പറഞ്ഞ പോലെ കഥ ഒരു വട്ടം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതെങ്ങനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ മറന്നും പോയി. അപ്പൊ ഞാൻ നിജിക്കടുത്ത് എനിക്ക് കഥ അതിനിപ്പോ നീ കേക്കണ്ട, ഇതങ്ങ് ചെയ്തോ എന്നുള്ള മൂടായി. അങ്ങനെ അതും ഞാൻ ചെയ്തു. അതിന് 2ാം ഭാഗം വന്നാൽ മാത്രമേ ശരിക്കും ഈ ചാർലി കോസ്റ്റ്യൂം ഇട്ട് നടക്കണം നിങ്ങൾ ആരാന്ന് എനിക്ക് വേറെ എനിക്ക് ഇതുവരെ ചെയ്യാത്ത രീതിയിൽ എന്നെ അത് മേക്ക് ഓവർ ചെയ്തു. ഇരുത്തവും നടത്തവും മൊത്തത്തിൽ അയാളെന്തൊരു നാടകത്തിൽ നിന്നൊക്കെ വരുന്ന പോലെ. അത് ശരിക്കും ഡയറക്ടർ കോളാണെന്ന്. എല്ലാം ഒരു ഡയറക്ടറിന് എന്താണോ വേണ്ടത് അത് നമുക്ക് പറഞ്ഞു തരുമ്പോ നമുക്ക് കിട്ടും. അദ്ദേഹത്തിന് ഇതാണ് വേണ്ടത്, അതുപോലെ നമ്മളൊന്ന് ചെയ്തു നോക്കും. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ അത് പിടിക്കുക, ആ മീറ്റർ പിടിക്കുക, അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യാറ്.